ബാലറ്റ് ഫൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബാലറ്റ് ഫൈറ്റിൻ്റെ അതിഥി BJPയുടെ സംസ്ഥാന സമിതി അംഗവും NDയുടെ മുൻ നിയമസഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന അഡ്വക്കേറ്റ് KK ശ്രീധരനാണ്. അഡ്വക്കേറ്റ് KK ശ്രീധരനെ ബാലറ്റ് ഫൈറ്റിലേക്ക് സ്വാഗതം ചെയ്തു. നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ NDയുടെ ഇപ്പോഴത്തെ നിലപാട് അവസ്ഥ എന്താണ്? NDയുടെ നിലപാട് എന്നുള്ളത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. വളരെ സമഗ്രമായിട്ടൊരു മാറ്റത്തിന് സാധ്യതയുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇവിടെ ത്രിതല പഞ്ചായത്തിലും അതുപോലെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ സമഗ്രാധിപത്യം സ്ഥാപിച്ചിട്ടുള്ള LDF UDF മുന്നണികളെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു മാറ്റത്തിന് തുടക്കമാവുകയാണ്. കേരളത്തിലെ കേന്ദ്രത്തിൻ്റെ സമഗ്രമായ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ്യ പദ്ധതി പോലെ താഴെത്തട്ടിലേക്ക് ആ ഗുണങ്ങൾ എത്തണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് NDയെ തിരഞ്ഞെടുക്കുക തന്നെ വേണം. ജനങ്ങൾ ആ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ വലിയൊരു മുന്നേറ്റം NDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് തന്നെ ചിലപ്പോൾ കേരളത്തിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇടതിനും വലതിനും ജനങ്ങൾക്ക് മതിയായി. നിങ്ങളുടെ ശബ്ദം കേട്ട് ജനങ്ങൾക്ക് അവരുടെ കാത് തന്നെ അടഞ്ഞു. ഇനി ഒരു പുതിയ ശബ്ദം കേൾക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയുണ്ട്. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ ത്രിതല പഞ്ചായത്തിൽ അതുപോലെയല്ല ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പയ്യന്നൂരിൽ ഇപ്പം ഏകദേശം ഒട്ടുമിക്ക വാർഡുകളിലും മുൻപത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം NDA സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അപ്പം ജയസാധ്യതയുള്ള വാർഡുകളുണ്ടോ പയ്യന്നൂര്? പയ്യന്നൂരിൽ തീർച്ചയായിട്ടും ജയസാധ്യതയുള്ള വാർഡുകളുണ്ട്. ജനങ്ങൾ വളരെ ആ സമയോചിതമായി പ്രവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സമയോചിതമായി പ്രവർത്തിച്ച് വലിയൊരു മുന്നേറ്റം NDക്ക് പയ്യന്നൂരിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. പിന്നെ പയ്യന്നൂരിൽ എത്ര സ്ഥാനാർത്ഥികൾ ഏകദേശം മത്സരിക്കുന്നുണ്ട്? പയ്യന്നൂരിൽ 26 സ്ഥാനാർത്ഥികൾ ഇപ്പം മത്സരരംഗത്തുണ്ട് NDയുടെ. അത് വളരെ ആ സ്വാധീനമുള്ള മേഖലയിൽ തന്നെ നോക്കി നിർത്തിയിട്ടുണ്ട്. പല മേഖലയിലും സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ NDക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിലും ജനങ്ങൾ ഹൃദയത്തിലെത്തിയ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അവരുടെ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നൊരു അഭിപ്രായമുണ്ട്, NDA സ്ഥാനാർത്ഥികൾ കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കുമെന്നും അത് മറ്റുള്ള UDF LDF സ്ഥാനാർത്ഥികളെ ബാധിക്കുമെന്നും പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, പല വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ നിർത്താത്തതിൻ്റെ പേരിൽ ഇരു മുന്നണികളും പരസ്പരം പഴിയാരുകയാണ്. ഇരു മുന്നണി അവരവരെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് നിൽക്കാത്തതെന്ന് NDA മുന്നണിയെ കുറിച്ച് പറയുന്നു. അതൊക്കെ അസംബന്ധം എന്നല്ലാണ്ട് വേറൊന്നും വാക്കില്ല. കാരണം ഇവിടെ ജയാപജയങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് പോകാൻ NDക്ക് മാത്രമേ സാധ്യമല്ലോ. അതിനനുസരിച്ചുള്ള ആ വികാര പ്രകടനം ബാലറ്റിൽ ഉണ്ടാവും എന്നല്ലേ യാതൊരു സംശയമില്ല. പയ്യന്നൂർ എന്തായാലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതാണ് NDA ഇപ്രാവശ്യം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതാണ് വക്കീലിന്റെ അഭിപ്രായം അല്ലേ? എൻ്റെ പയ്യന്നൂരിൽ മാത്രമല്ല, കേരളം ഒട്ടുക്ക് പ്രത്യേകിച്ച് തെക്കൻ മേഖലയിലെ മുഴുവൻ ഒരു ബഹുഭൂരിപക്ഷം പഞ്ചായത്തിലും അതുപോലെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ഒക്കെ ഭരണം പിടിക്കാൻ NDക്ക് സാധിക്കുമെന്നല്ലേ യാതൊരു സംശയമില്ല. തെക്കൻ മേഖലയിൽ നമ്മുടെ ഒരു വിലയിരുത്തൽ എന്ന് വെച്ചാൽ ഒരു 60% പഞ്ചായത്തുകൾ NDയുടെ കൈവശം വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ട്രയലായി ഇതിനെ കാണുന്നുണ്ടോ നിങ്ങൾ? അല്ല, ജനങ്ങളുടെ വികാരമാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ ഏതെങ്കിലും ക്വാർട്ടർ ഫൈനലോ സെമി ഫൈനലോ ഒന്നും മുമ്പോട്ട് കാര്യമില്ല. ജനങ്ങളുടെ വികാരം എന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കിക്കൂടാ. ജനങ്ങൾ ഇപ്പോൾ മോഡിയുടെ വികസനത്തിനൊപ്പമാണ് ജനങ്ങളുടെ മനസ്സുള്ളത്. അത് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒരു രാഷ്ട്രീയം വലിയ പശ്ചാത്തലമില്ലാത്ത യുവാക്കളടക്കം അവരുടെ ഒക്കെ മനസ്സിൽ ഇപ്പൊ മോഡിയുടെ വികസന സ്വപ്നങ്ങളാണുള്ളത്. ആ യുവാക്കൾ മുഴുവൻ, അത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ മുഴുവൻ ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും ഒക്കെ മോഡിയുടെ വികസനത്തിന് വോട്ട് ചെയ്യും. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇടത് വലത് മുന്നണികൾ ഇപ്പം വല്ലാതെ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. അപ്പം അതും വോട്ടായി മാറുന്നതാണോ? അത് ഞാൻ പ്രത്യക്ഷമായി പറയുന്നില്ലെങ്കിൽ കൂടി ഇടത് വലത് മുന്നണികൾ വക്കീലിന് മനസ്സിലാവുന്നത് പോലെ ഇപ്പം വലിയ വിവാദ ചുഴിയിലാണ് അവർ. ശബരിമല വിഷയമായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലായാലും ഒക്കെ അതും NDAക്ക് ഒരു അനുകൂലമായ ഫാക്ട് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കേണ്ടത്, NDA ഇതിൻ്റെ പിന്നിലൊന്നും നടക്കുന്നവരല്ല. പക്ഷെ വിശ്വാസങ്ങളാ ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJPയും അതുപോലെ NDAയും. ഇവിടെ ശബരിമല കൊള്ള നടത്തുന്ന LDFും ഈ ലൈംഗികാതിക്രമം നടത്തുന്ന UDFും തമ്മിലാണ് മത്സരം നടക്കുന്നതെന്നാണ് പത്രങ്ങൾ എഴുതുന്നത്. അതൊന്നും അല്ലാതെ ജനങ്ങളുടെ കാഴ്ചപ്പാട്, ലോകങ്ങളുടെ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് NDAക്കും അതുപോലെ BJPക്കും മുന്നോട്ട് വെക്കാനുള്ളത്. ആ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണമെങ്കിൽ NDAക്ക് തന്നെ വോട്ട് ചെയ്യണം. അത് ജനങ്ങൾ ഇക്കുറി അത് നടപ്പിലാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല.